സംസ്ഥാനത്തെ ഏറ്റവും വലിയ പെൻഷൻ പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി. നിരവധി പേർക്കാണ് ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. ഈ പെൻഷൻ പദ്ധതിയിലൂടെ 1600 രൂപയാണ് ലഭിക്കുന്നത്. അടുത്ത മാസത്തെ ക്ഷേമ പെൻഷനൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ മാസത്തെ പെൻഷൻ തുക വിഷുവിന് മുമ്പ് വിതരണം ചെയ്തിരുന്നു. കുടിശ്ശികയുള്ള 3 ഗഡുക്കളിൽ ഒരു ഗഡുവാണ് അടുത്ത മാസത്തെ പെൻഷനൊപ്പം നൽകുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ 3200 രൂപ വീതമാണ് ലഭിക്കുക. അടുത്ത മാസം 25-ന് വിതരണം തുടങ്ങുമെന്നാണ് സാധ്യത. വിഷുവിന് മുമ്പ് 1600 രൂപ വീതം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ലഭിച്ചിരുന്നു. ഈ പെൻഷനിലെ 2 ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്തിരുന്നു. ബാക്കി 3 ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. 62 ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, കർഷക തൊഴിലാളി ആനുകൂല്യങ്ങൾ എന്നിങ്ങനെ നിരവധി പേർക്കാണ് പെൻഷന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനിലേക്കുള്ള അപേക്ഷകൾ അക്ഷയ കേന്ദ്രം വഴി സമർപ്പിക്കാനും സാധിക്കും. അർഹരായ വ്യക്തികൾക്കാണ് ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുക. 1600 രൂപ വീതമാണ് അർഹരായ വ്യക്തികൾക്ക് ലഭിക്കുന്നത്. കുടിശ്ശിക ഉൾപ്പെടുത്തുകയാണെങ്കിൽ അടുത്ത മാസം 3200 രൂപ വീതം അക്കൗണ്ടുകളിൽ എത്തും. അക്കൗണ്ട് വഴിയും നേരിട്ട് വീടുകളിലും ക്ഷേമ പെൻഷൻ എത്തിക്കുന്നതാണ്. ഏപ്രിലിലെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ തന്നെ അതാത് മാസം തന്നെ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട്.